നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കൃഷ്ണകുമാറും കുടുംബവും. ഭാര്യ സിന്ധുവും മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. നടി കൂടിയായ അഹാനയ്ക്ക് ആരാധകർ ഏറെയുണ്ട്. രണ്ടാമത്തെ മകൾ ദിയയും ആരാധകരുടെ എണ്ണത്തിൽ ഒട്ടും പിന്നിലല്ല. ദിയയുടെ വിവാഹം അടുത്തിരിക്കെയാണ്. അശ്വിൻ ഗണേശാണ് വരൻ. ഇരുവരും പ്രണയത്തിലായിരുന്നു. അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്നതും ഇരുവരുടെയും പിറന്നാൾ ആഘോഷവും ദിയയെ പെണ്ണു കാണാനായി അശ്വിൻ ദിയയുടെ വീട്ടിലേക്ക് പോയതുമൊക്കെ ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ദിയ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് വൈറലായി മാറുന്നത്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എന്തിനാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. കടം കൊടുത്ത പൈസ ഒരു അത്യാവശ്യ കാര്യത്തിന് തിരിച്ചു ചോദിച്ചപ്പോൾ ചങ്ക് എന്ന് പറഞ്ഞുള്ള ഒരു തമാശ വീഡിയോ ആണ് ദിയ പങ്കുവച്ചത്. ദിയയുടെ കയ്യിൽ നിന്നും ആരോ പൈസ വാങ്ങി തിരിച്ചു കൊടുക്കാൻ ഉണ്ട്, അതാകും ഇത്തരം ഒരു പോസ്റ്റ് എന്നാണ് ആരാധകരും പറയുന്നത്. അതേസമയം അച്ഛൻ കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിച്ച് പരാജയപ്പെട്ടതിന് പിന്നാലെ ദിയയുടെ പോസ്റ്റുകളിൽ ധാരാളം പേർ കളിയാക്കലുമായി എത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ തള്ളിക്കളയുന്ന രീതിയാണ് ദിയയ്ക്ക്. അതുപോലെ അഹാനയുടെ പോസ്റ്റുകളിലും ഇത്തരത്തിൽ പരിഹാസ കമന്റുകൾ കാണാം. അച്ഛൻ പൊട്ടിയല്ലോ എന്ന് ചോദിച്ച് കമന്റ് ഇട്ട ഒരാൾക്ക് അഹാന മറുപടിയും നൽകിയിരുന്നു. നേരത്തെ ദിയ പങ്കുവച്ച പെണ്ണുകാണൽ വീഡിയോയ്ക്ക് പിന്നാലെ ദിയയുടെ സഹോദരിമാരായ ഇഷാനിക്കും ഹൻസികയ്ക്കും എതിരെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അശ്വിനും കുടുംബവും എത്തിയപ്പോൾ ഇവരുടെ പെരുമാറ്റം ഒട്ടും ബഹുമാനമില്ലാത്തതുപോലെ ആയിരുന്നുവെന്നും പറഞ്ഞായിരുന്നു വിമർശനം. ദിയയുടെ കുടുംബം അശ്വിന്റെ കുടുംബത്തിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ലെന്നും ഇഷാനിയും ഹൻസികയും അത്ര താല്പര്യമില്ലാത്തതുപോലെയാണ് പെരുമാറിയതെന്നും വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സ് ഇട്ട് അതിഥികൾക്ക് ബഹുമാനം കൊടുക്കാത്ത പോലെയാണ് നിന്നതും എന്നൊക്കെയാണ് ഈ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ വിമർശനവും ഉയർന്നത്. ദിയയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായ അന്ന് ദിയയെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിക്കാതെ അവരിൽ ആർക്കെങ്കിലും വീഡിയോ എടുക്കാമായിരുന്നില്ലേ എന്നും, സ്വന്തം ചേച്ചിയെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളല്ലേ വന്നത്, ഒരു ബഹുമാനം പരിഗണനയും കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. എന്നാൽ ഇതിനെതിരെ അശ്വിൻ തന്നെ രംഗത്ത് വന്നിരുന്നു. തന്നെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ദിയയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നുവെന്നും അവരുടെ അടുത്ത് നിന്ന് ഇത്രയും ഊഷ്മളമായ സ്വീകരണം താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും തങ്ങൾ നടത്തിയ സംഭാഷണം വളരെ പോസിറ്റീവ് ആയിരുന്നുവെന്നും അശ്വിൻ ഗണേഷ് മറുപടിയായി പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.